ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് തൃപ്പൂണിത്തുറ പരാഗിലേക്കാണ് കേട്ടോ. നമ്മുടെ വൈഭവ ഡിസൈൻസിലെ നൈറ്റി ഫ്രോക്ക് കണ്ടിട്ട് സെയിം നമുക്ക് അതുപോലെ തന്നെ തയ്ച്ച് കൊടുക്കാമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു 5-6 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നൈറ്റി ഫ്രോക്കും അതുപോലെ തന്നെ കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടും കേട്ടോ. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത 2 നൈറ്റി ഫ്രോക്കും നമുക്ക് ഓൾറെഡി സെയിലായി കഴിഞ്ഞു. അപ്പോൾ അതേപോലത്തെ സെയിം മെറ്റീരിയൽ കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ടാണ് കുറേ പേര് ചോദിച്ചത് കേട്ടോ. അപ്പം ഒരു മെറ്റീരിയൽ അതേപോലെ നമുക്ക് കിട്ടി. ബാക്കി 6 മെറ്റീരിയലും ഡിഫറെൻറ്റ് കളറും ഡിഫറെൻറ്റ് ഷെയ്ഡും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വാട്സപ്പിൽ ഫോട്ടോ അയച്ച് കൊടുത്തിട്ടാണ് ഈ മെറ്റീരിയലൊക്കെ എടുത്തത്. അങ്ങനെ ഇതേ മെറ്റീരിയലൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനി ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ എടുത്തുകൊണ്ട് വന്ന മെറ്റീരിയലും. എല്ലാവർക്കും തന്നെ റെഡ് കളറായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ് 2 എടുത്തു. അതുപോലെ തന്നെ നേവി ബ്ലൂ കളർ 2 എടുത്തു. പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്, ബ്ലാക്കിൽ ഡോട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നതായിരുന്നു കേട്ടോ എടുത്തത്. ഇത് ആ ബ്ലാക്ക് അവർ പറഞ്ഞിട്ട് അതേ സെയിം മോഡൽ നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെറ്റീരിയൽ. പിന്നെ നമുക്ക് 2 ചുരിദാർ മെറ്റീരിയൽ ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് നമ്മുടെ അടുത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് അവൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് രാവിലെ അതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ 2 ഇതുപോലെ നമുക്ക് ലൈനിങ് ചുരിദാർ തയ്ച്ച് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ തന്നെ കസ്റ്റമർ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് മെറ്റീരിയൽ എടുത്തുകൊണ്ട് വരുന്നു, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയായിരുന്നു കേട്ടോ നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഓൺലൈനായിട്ട് നമ്മൾ മെറ്റീരിയൽ എടുത്ത് ചെയ്ത് കൊടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അങ്ങനെ മെറ്റീരിയൽ എടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സ്ക്വയർ നെക്കായിട്ടാണ് തയ്ച്ചേക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് പാൻറ്റ് വരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും സെയിം ലൈനിങ് ചുരിദാറായിരുന്നു സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ഒരു ആഷ് കളറായിരുന്നു. വേറെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതും കസ്റ്റമർ കൊണ്ട് തന്നതായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ പറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. ഒരുപാട് വർക്കും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാ പാൻറ്റും ഷോളും ടോപ്പും ഒക്കെ ഒരേ മെറ്റീരിയൽ തന്നെയായിരുന്നു. പിന്നെ നമ്മളതിൽ വേറെ അഡീഷണൽ ആയിട്ടൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ പാൻറ്റ് സ്ട്രെയിറ്റ് പാൻറ്റായിരുന്നു. അതുപോലെ തന്നെ റൗണ്ട് നെക്കിൽ വളരെയധികം സിമ്പിളായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ലൈനിങ് ചുരിദാറായിരുന്നു. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്ന മെറ്റീരിയൽ നമുക്ക് ഓർഡർ കിട്ടിയതനുസരിച്ച് ഓരോന്നായിട്ട് തയ്ക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. 2 ലെയറായിട്ട് താഴത്തോട്ട് കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞത്. ഒരു ലെയർ സ്റ്റിച്ച് ഫ്രില്ലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ താഴത്തേക്ക് അടുത്ത ഫ്രില്ലൂടെ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവൾ ഇത് തയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ കട്ട് ചെയ്യും, അവൾ സ്റ്റിച്ച് ചെയ്യും. ചിലപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യും, അവൾ കട്ട് ചെയ്യും. അങ്ങനെ ആരാണോ തയ്ക്കുന്നത് അതനുസരിച്ച് കട്ട് ചെയ്യും, സ്റ്റിച്ച് ചെയ്യൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചൊക്കെ ഞങ്ങൾ ചെയ്യും കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഓർഡർ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം അത് ലാഗിങ് വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാം കൂടെ കൂടി കിടക്കുമ്പോൾ 2 പേർക്കും കൊണ്ട് ചിലപ്പോൾ തീർക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോകും. അതുകൊണ്ട് വേഗം തന്നെ തീർക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ആ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നൈറ്റി ഫ്രോക്കെന്നോ അല്ലെങ്കിൽ ഫ്രോക്കെന്നോ എന്തെങ്കിലുമൊക്കെ പറയാട്ടോ. നമുക്ക് അത്യാവശ്യം ഇത് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ്. അങ്ങനെ അടുത്ത നൈറ്റി ഫ്രോക്ക് കട്ട് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തതാണ്. വേറെ ഡിസൈനും കാര്യങ്ങളും ഒന്നുമില്ല. 299 നൈറ്റി ഫ്രോക്കാണ് കേട്ടോ. അടിയിൽ ഫ്രില്ല് കൊടുത്തിട്ട് റൗണ്ട് നെക്ക് സാധാ സ്ലീവാണ് കേട്ടോ ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ 299 ആണ് എടുക്കാറ്. പിന്നെ മെറ്റീരിയൽ എല്ലാം സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോ വേരിയേഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റ് മാറി വരുന്നതാണ് കേട്ടോ. അല്ലാതെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചല്ല നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ വേരിയേഷൻ വരുന്നത് അതനുസരിച്ചാണ് കേട്ടോ റേറ്റ് കൊടുത്തേക്കുന്നത്. നമ്മൾ എടുത്തുകൊണ്ട് വന്ന നൈറ്റി മെറ്റീരിയലൊക്കെ സെയിം റേറ്റ് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. പല റേറ്റിലുള്ള മെറ്റീരിയൽ നമ്മൾ എടുക്കാറില്ല. ഒരു കടയിൽ തന്നെ സെയിം റേറ്റ് തന്നെ മെറ്റീരിയൽ പല ഡിസൈനിലാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ബൾക്കായിട്ട് കുറച്ച് മെറ്റീരിയലൂടെ എടുക്കാനുണ്ട്. നമുക്ക് കുറച്ച് ഓർഡേഴ്സും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കൺഫേം ആയിട്ട് വേണം നമുക്കത് പോകാനായിട്ട്. ഒരു 10 ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ ഇനി ബാക്കിയും കൂടെ കൺഫേം ആയിട്ട് വേണം നമുക്ക് പോയി എടുക്കാനായിട്ടോ. പല തവണയായിട്ട് പോകുമ്പോൾ നമുക്കതൊരു നഷ്ടമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ നൈറ്റി ഫ്രോക്ക്. പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് താഴെ ഫ്രില്ലും വെച്ച് നൈറ്റി കഴുത്ത് സാധാ റൗണ്ട് നെക്കാണ് കേട്ടോ വെച്ച്. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പോൾ ഇതും കസ്റ്റമറുടെ ഇഷ്ടത്തിന് തന്നെയാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു മോഡലിന് വേണ്ടിയിട്ടുള്ളൊരു ജീൻസിന് പറ്റിയൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. സ്ലീവിൽ പ്ലീറ്റ് കൊടുത്ത് അതുപോലെ ഫ്രണ്ടിൽ നല്ല ഞൊറിവൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കാനും കട്ട് ചെയ്യാനും പെട്ടെന്ന് തന്നെ ആൾ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യട്ടെ. ഞാനിതിൽ ഇച്ചിരി പുറകോട്ടാണ്. എനിക്കിങ്ങനെ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം സ്റ്റിച്ച് ചെയ്യാനാണ് ഇഷ്ടം. പുതിയ മോഡലൊക്കെ കണ്ടുപിടിക്കാൻ
ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അവളത് കട്ട് ചെയ്ത് വേഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 289 ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.